സിനിമാ നടി അനുശ്രീയുടെ പിതാവിന്റെ കാർ മോഷ്ടിച്ച് മോഷണം നടത്തിയ പ്രതിയെ പോലീസിന്റെ പിടിയിലായപ്പോൾ ചുരുളഴിഞ്ഞത് കേരളത്തിലുടനീളം നടത്തിയ മോഷണങ്ങളുടെ പരമ്പരയാണ്. റബ്ബർ വ്യാപാര സ്ഥാപനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയയാളെ കൊട്ടാരക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തുടനീളമുള്ള ഒട്ടേറെ മോഷണ കേസുകളെ പ്രതി തിരുവനന്തപുരം നെടുമങ്ങാട് തെന്നൂർ നരിക്കൽ പ്രവീൺ ഭവനിൽ ആർ പ്രവീണാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 94,000 രൂപയും കാർ മോഷ്ടിക്കാനുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മാസം 7-ാം തീയതിയാണ് അനുശ്രീയുടെ പിതാവ് മുരളീധരൻ പിള്ളയുടെ പേരിലുള്ള കാർ ഇഞ്ചക്കാട്ടെ സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന ഷോറൂമിൽ നിന്ന് മോഷണം പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രവീണെ കുടുക്കിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്തേക്ക് പോയ മോഷ്ടാവ് കടക്കലിൽ വർക്ക്ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കിയെടുത്ത് കാറിൽ കള്ളൻ സ്ഥാപിച്ച് യാത്ര തുടർന്ന് വെള്ളറടയിലെ റബ്ബർ വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് 500 കിലോയിലേറെ റബ്ബർ ഷീറ്റും 7,000 രൂപയും മോഷ്ടിച്ചു. റബ്ബർ ഷീറ്റ് വിറ്റ ശേഷം അന്ന് രാത്രി കാറിൽ തന്നെ തങ്ങി. പിറ്റേന്ന് പത്തനംതിട്ട പെരുന്നാട്ടെ റബ്ബർ വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് 400 കിലോയിലേറെ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് പൊൻകുന്നത്ത് വിറ്റു. കിട്ടിയ പണവുമായി കോഴിക്കോട്ടെ പെൺസുഹൃത്തിന്റെ അടുത്തേക്ക് പോകും വഴി പാലയ്ക്ക് സമീപം മറ്റൊരു വാഹനവുമായി കൂട്ടിമുട്ടിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ ഇയാൾ സമീപ സ്ഥലത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ വാഹനം നിർത്തിയിട്ട ശേഷം ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം ബൈക്കിൽ കോഴിക്കോട്ടേക്ക് പോകും വഴി കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് കൊട്ടാരക്കര ഫെയ്ത്ത് ഹോം ജംഗ്ഷനിൽ വെച്ച് പോലീസ് പിടികൂടിയത്. പ്രതിയെ ചോദ്യം ചെയ്യലിൽ കേരളത്തിലുടനീളം നടത്തിയ മോഷണങ്ങളുടെ വിവരങ്ങൾ ലഭിച്ചതാണ് പോലീസിനെ സത്യത്തിൽ ഞെട്ടിച്ചത്. 2023 കല്ലമ്പലത്ത് നിന്നൊരു കാർ മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ജൂലൈയിലാണ് പ്രതി ജയിലിൽ നിന്ന് മോചിതനായത്. തുടർന്ന് ഓഗസ്റ്റിൽ നെടുമങ്ങാട് നിന്ന് കാർ മോഷ്ടിച്ച് കറങ്ങി നടന്ന് ഒട്ടേറെ മോഷണങ്ങൾ നടത്തി. പാലക്കാട് കുഴൽമന്ദത്തെ പണമിടപാട് സ്ഥാപനത്തിലും തേൻകുറിശ്ശിയിലുള്ള പെയിന്റ് കടയിലും ആലത്തൂരിലെ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും കാസർഗോട്ടെ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നും കാറുകൾ മോഷ്ടിച്ചു. ഷൊർണൂരിലെ കാർ ഷോറൂമിൽ നിന്ന് പിക്കപ്പ് വാനും മോഷ്ടിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇഞ്ചക്കാട് നിന്ന് വാഹനം മോഷണം പോയ പരാതി ലഭിച്ച് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് 3 ജില്ലകളിലെ നിരീക്ഷണ ക്യാമറകളും സംശയിക്കപ്പെട്ടവരുടെ ഫോൺ കോളുകളും പരിശോധിച്ച് 2 ദിവസത്തിനുള്ളിൽ പിടികൂടുകയായിരുന്നു പ്രതിയെ. മോഷ്ടിച്ച മറ്റ് 2 കാറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മറ്റൊരു കാർ ബംഗളൂരുവിലെ സുഹൃത്തിന് കൈമാറിയെന്നാണ് മൊഴി. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള പ്രവീണ് കാറിനെ കുറിച്ച് നല്ല സാങ്കേതിക അറിവുണ്ട്. പ്രവീണെ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പോലീസ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വാഹനമോഷണം ഒരു ലഹരിയായി കരുതുന്ന പ്രവീൺ ഓൺലൈൻ വഴിയാണ് മോഷ്ടിക്കാൻ വാഹനങ്ങൾ കണ്ടെത്തുന്നത്. മോഷണം നടത്തുന്ന സ്ഥലങ്ങളിലും പരിസരങ്ങളിലുമുള്ള നിരീക്ഷണ ക്യാമറകളും ഹാർഡ് ഡിസ്കുകളും നീക്കം ചെയ്ത് സമീപത്തെ വെള്ളക്കെട്ടുകളിൽ കളയും. രാത്രി റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം മോഷ്ടിക്കുകയാണ് പതിവ്. പകൽ വാഹനത്തിനിൽ കറങ്ങി നടന്ന് മോഷണ സ്ഥലങ്ങൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പതിവ്. മോഷ്ടിച്ച ശേഷം കാറിന്റെ നമ്പർ പ്ലേറ്റുകൾ മാറ്റുന്നതാണ് പ്രതിയുടെ രീതി.